ഏറെ പ്രകൃതി മനോഹാരിത സമ്മാനിക്കുന്ന ഒട്ടേറെ കാഴ്ചകളുള്ള ഇടങ്ങളിലൊന്നാണ് നമ്മുടെ കേരളം. സഞ്ചാരികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഇടങ്ങളാണ് ദ്വീപുകൾ. ലക്ഷദ്വീപിലേക്കും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലേക്കും മാലിദ്വീപിലേക്കുമെല്ലാമുള്ള സഞ്ചാരികളുടെ ഒഴുക്ക് നമുക്കറിയാവുന്നതാണ്. നമ്മുടെ കൊച്ചു കേരളത്തിലും ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ചില ദ്വീപുകളുണ്ട്. പലപ്പോഴും ഏകാന്തതയുടെ പ്രതീകമായാണ് ദ്വീപുകൾ അറിയപ്പെടുക. സുന്ദരമായ തീരങ്ങളും നദികളും മലനിരകളുമുള്ള കേരളത്തിലെ മറ്റൊരു വിനോദസഞ്ചാര ആകർഷണമാണ് തുരുത്തുകൾ. കേരളത്തിലെ പ്രശസ്തമായ ചില തുരുത്തുകൾ നമുക്ക് പരിചയപ്പെടാം. ധർമ്മടം തുരുത്ത്. കണ്ണൂർ ജില്ലയിലാണ് പ്രശസ്തമായ ധർമ്മടം തുരുത്ത് സ്ഥിതി ചെയ്യുന്നത്. കണ്ണൂർ തലശ്ശേരി റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ ധർമ്മടം എന്ന സ്ഥലത്തെത്താം. തലശ്ശേരിയിൽ നിന്ന് വളരെ അടുത്താണ് ധർമ്മടം. ധർമ്മടത്തുനിന്നും കേവലം 100 മീറ്റർ മാത്രം മാറിയാണ് മനോഹരമായ പ്രകൃതി കാഴ്ചകൾക്ക് പേരുകേട്ട ധർമ്മടം തുരുത്ത് സ്ഥിതി ചെയ്യുന്നത്. ധർമ്മടം തുരുത്തിലേക്ക് പ്രവേശിക്കാൻ മുൻകൂട്ടിയുള്ള അനുമതി വാങ്ങേണ്ടതുണ്ട്. കുറുവാദ്വീപ്. വർഷം മുഴുവൻ പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്ന കുറുവാദ്വീപ് കബനി നദിയിലാണ്. വയനാട്ടിലൂടെ ഒഴുകുന്ന പ്രമുഖ നദിയാണ് കബനി. ഒപ്പം കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ 3 നദികളിൽ ഒന്നുകൂടിയാണ് കബനി. നദിയിലെ ഡെൽറ്റ കാരണം നിത്യഹരിത മരങ്ങൾ വളരുന്ന കുറുവാദ്വീപ് സഞ്ചാരികളുടെ പ്രിയപ്പെട്ട കേന്ദ്രമാണ്. അത്യപൂർവമായ പക്ഷികളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് കുറുവാദ്വീപ്. കവ്വായി. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിനടുത്തായാണ് കവ്വായി ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. കവ്വായി നദിക്ക് കുറുകെ നിർമ്മിച്ച ചെറിയ പാലമാണ് കവ്വായി നിവാസികളെ പയ്യന്നൂരുമായി ബന്ധിപ്പിക്കുക. മൺട്രോ തുരുത്ത്. 8 ചെറുദ്വീപുകളുടെ കൂട്ടമായ മൺട്രോ തുരുത്ത് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. ഈ മേഖലയിൽ കനാലുകൾ നിർമ്മിക്കുന്നതിനും കായൽപാതകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനും മുൻകൈയെടുത്ത ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ കേണൽ ജോൺ മൺട്രോയുടെ പേരിലാണ് ഈ ദ്വീപസമൂഹം അറിയപ്പെടുന്നത്. കൊല്ലത്തുനിന്ന് 27 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഇവിടെ റോഡ് മാർഗവും കായൽ മാർഗവും എത്തിച്ചേരാം. വലിയ പറമ്പ്. കാസർഗോഡ് ജില്ലയിലാണ് വലിയ പറമ്പ് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. കവ്വായി കായലിലെ ഈ ദ്വീപ് കാസർഗോഡെത്തുന്ന വിനോദസഞ്ചാരികളുടെ ആകർഷണ കേന്ദ്രമാണ്. ഒന്നിലധികം തുരുത്തുകൾ ചേർന്നതാണ് വലിയ പറമ്പ് ദ്വീപ്. ബേക്കലിൽ നിന്ന് 30 കിലോമീറ്റർ യാത്ര ചെയ്താൽ ഈ ദ്വീപിലെത്താം. വൈപ്പിൻ ദ്വീപ്. എറണാകുളം ജില്ലയിലാണ് വൈപ്പിൻ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. 1331 ഈ ദ്വീപ് രൂപം കൊണ്ടത്. ടൂറിസ്റ്റുകളുടെ പ്രധാന സന്ദർശന കേന്ദ്രങ്ങളായ പുതുവൈപ്പ് ബീച്ച്, ചെറായി ബീച്ച് എന്നിവയും ഈ തീരങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്. പാതിരാമണൽ. ആലപ്പുഴ ജില്ലയിലെ കായൽ തീരത്തുള്ള പാതിരാമണൽ എന്ന ചെറിയ ദ്വീപ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ദേശാടനം നടത്തുന്ന 100 കണക്കിന് അപൂർവ പക്ഷികളുടെ സങ്കേതമാണ്. പക്ഷി നിരീക്ഷകരുടെ ഈ കൊച്ചു പറുദീസ മുഹമ്മ ബോട്ട് ജെട്ടിയിൽ നിന്ന് 1.5 കിലോമീറ്ററും ആലപ്പുഴയിൽ നിന്ന് 13 കിലോമീറ്ററും അകലെയായാണ് സ്ഥിതി ചെയ്യുന്നത്. ആലപ്പുഴയിൽ നിന്ന് 30 മിനിറ്റ് സ്പീഡ് ബോട്ട് യാത്ര ചെയ്ത് പാതിരാമണൽ ദ്വീപിലേക്കെത്താം. വേമ്പനാട് കായലിനാൽ ചുറ്റപ്പെട്ട പാതിരാമണലിലേക്ക് ബോട്ടിൽ മാത്രമേ എത്തിച്ചേരാകൂ. ഹൗസ് ബോട്ട് സവാരിയുടെ നടുവിലുള്ള പിറ്റ് സ്റ്റോപ്പാണിത്. പാതിരാമണൽ എന്ന പേരിന്റെ അർത്ഥം രാത്രിയുടെ മണൽ എന്നാണ്. വെല്ലിംഗ്ടൺ ദ്വീപ്. വേമ്പനാട്ട് കായലിൽ 1936 വെല്ലിംഗ്ടൺ ഐലൻഡ് നിർമ്മിക്കപ്പെട്ടത്. കൊച്ചി തുറമുഖത്തിന്റെ ശില്പിയായിരുന്ന റോബർട്ട് ബ്രിസ്റ്റോയുടെ ദീർഘവീക്ഷണമായിരുന്നു വെല്ലിംഗ്ടൺ ഐലൻഡ് എന്നു പറയാം. മുൻ വൈസ്രോയിയായിരുന്ന വെല്ലിംഗ്ടന്റെ സ്മരണ നിലനിർത്തുന്നതിനാണ് ഇതിന് വെല്ലിംഗ്ടൺ ഐലൻഡ് എന്ന പേര് നൽകിയിരിക്കുന്നത്.